500 700 കറണ്ട് ബില്ല് വന്നാക്ക് ഇപ്പോൾ 2000 3000 4000 വരെ പോയിരുന്നത്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ എർത്ത് ലീക്ക് കൂടാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും കറണ്ട് വല്ലാണ്ട് ലീക്കാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 10 രൂപ വരേണ്ട സാധനത്ത്, അതായത് ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ 10 റുപ്യ വരേണ്ടതെങ്കിൽ അങ്ങനെ എർത്ത് ലീക്കായിട്ട് ഏകദേശം 200 300 400 വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ഉപകരണങ്ങളിൽ നിന്നാണ് ഈ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓരോരോ സാധനമുണ്ട്. ഇന്ന സാധനത്തിൽ നിന്ന് ഇന്ന കറണ്ട് പോകുന്നത് മിക്കവാറും എന്താ പറയണ്ടേ, ഒരുപാട് കറണ്ട് പല സ്ഥലത്ത് നമ്മൾ പോകുന്നത്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ചെറിയ സാധനമായിരിക്കും, പക്ഷെ പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സാധനമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ ഫ്രിഡ്ജ് കേട്ടോ, അത് ഏറ്റവും സാധനം കറണ്ട് നല്ല ലീക്കാന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രമേണ നമ്മൾ ഈ വാങ്ങിയ സമയത്തുള്ള ഈ റീപ്പറാണ്. ഫ്രിഡ്ജിനധികം ഈ റീപ്പർ എന്നൊരു സംഭവമുണ്ട്. അത് പല ഫ്രിഡ്ജിനും പല രീതിയിലുള്ള റീപ്പറാണ്. അപ്പോൾ ക്രമേണ ഏകദേശം ഒരു 6 മാസം, ഏകദേശം ഒരു കൊല്ലമാകുമ്പോൾ ഇത് ലൂസാകാൻ തുടങ്ങും ഈ റീപ്പർ. പിന്നെ ചെറിയൊരു ക്രാക്ക് വരെ തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ അടച്ചു കഴിഞ്ഞാലും ശരിയായിട്ട് അടയില്ല. അപ്പോൾ എന്താവും, 10-20 മിനിറ്റോടെ തണുക്കേണ്ടത് ഇത് തണുപ്പ് പുറത്ത് പോയി ഇത് തണുക്കുകയില്ല. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു മീഡിയം ലെവലിൽ. അപ്പോൾ എന്താവും, ചെറിയ മട്ടത്ത് പോകേണ്ട കറണ്ട് വലിങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മെയിനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ റീപ്പർ മാറ്റും. എന്നാൽ തന്നെ പകുതി മുക്കാലും കറണ്ട് ചാർജ് നമുക്ക് നല്ലോണം ലാഭിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സാധനം നമ്മൾ അടുത്ത വീഡിയോ കാണിക്കായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.